ഹായ് ഡിയേഴ്സ്, രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഇത് രാവിലത്തെ ചായക്കടി വെള്ളപ്പം മുട്ടക്കറിയാണ്. വെള്ളപ്പത്തിന് വേണ്ടി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പാനിലൊരു ചെറിയൊരു പിടുത്തം പോലെ പിടുത്തം ഉണ്ടെങ്കിൽ പോലും നല്ല വൃത്തിയിൽ റൗണ്ടായിട്ട് സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നടുവൊക്കെ നന്നായിട്ട് പൊന്തി വരും. നല്ല തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് അതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അരപ്പാണ് കേട്ടോ. തേങ്ങ അരച്ച് വെച്ചത്. എന്താ ചതവാലിട്ട് കറണ്ട് പോയാൽ നല്ല മഴയാണ് പുറത്ത്. വേഗം ഞാൻ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ തേങ്ങ, പെരിഞ്ജീരകം, ഗ്രാമ്പു, മല്ലിപ്പൊടി അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിന് ശേഷമാണ് വല്യുള്ളി മൂപ്പിച്ചത് കേട്ടോ. അതിന് ശേഷം ഒരു തക്കാളി എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഏകദേശം ഒന്ന് റെഡിയായി, ഒന്ന് കുഴഞ്ഞ് റെഡിയായെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അരപ്പ് ഒഴിച്ചത് കേട്ടോ. അരപ്പ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുട്ട ആ കറിയിലേക്ക് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരപ്പൊഴിക്കുമ്പോൾ കൂടുതൽ തിളയ്ക്കാതിരിക്കുന്നതായിരിക്കും നന്നാവും. ഒരൊറ്റ തളയിൽ തന്നെ ആ കറി വാങ്ങി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റിന്. ഒരുപാട് തിളയ്ക്കുമ്പോൾ ആ തേങ്ങ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു തള തിളച്ചപ്പോൾ അതിലേക്ക് മുട്ട വെച്ചു. അതിന് ശേഷം ഞാൻ ശ്രീമോൾക്കാണ് കേട്ടോ ഫസ്റ്റ് കൊടുത്ത്. അവൾ സ്കൂളിൽ പോകാൻ നേരം വൈകി നിൽക്കുന്നു. അവൾ വേഗം കഴിച്ചു. അതിനിടയിൽ നല്ല രസമുണ്ട് അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിയിട്ട് ഞാനും കഴിക്കാൻ കുറച്ച് ലേറ്റായി. ശ്രീകുട്ടി രാവിലെ തന്നെ കഴിക്കാതെയാണ് ഓടിപ്പോയത്. സ്കൂളിലേക്ക് മാത്രം കൊണ്ടുപോയി, അവൾക്ക് സമയമില്ലാണ്ട് ഓടിപ്പോവുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.